Hi everyone. So it's day 5 of Navaratri Skandamada. So അവിടെ ദേവീനെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു സ്കന്ദമാത ദേവീനെ നിങ്ങൾക്ക് വർഷിപ്പ് ചെയ്യാം, ലളിത സഹസ്രനാമം ചെയ്യാം, നിങ്ങൾക്ക് മെഡിറ്റേഷൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഓം പൂർവോസ്വഹ അങ്ങനത്തെ മന്ത്രാസ് നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ ഇൻറ്റ്യൂഷനിൽ തോന്നുന്ന മന്ത്രാസ് യു ക്യാൻ ചാൻറ്റ്. ഓക്കെ ഇപ്പൊ എന്റെ ടേബിളില് പുതിയതായിട്ട് ഇവിടെ ഞാൻ ഡാൻസ് ചെയ്തപ്പോൾ അഗെയിൻ ഒരു ഗോഡസ് ദേവിയാണ്, ശ്രീനാരായണ കുളങ്ങര ഭഗവതി ക്ഷേത്രം. വളരെ വളരെ എന്താ പറയുക, പവർഫുൾ ആയിട്ടുള്ള ദേവിയാണെന്നാ പറയുന്നത്. പണ്ട് എന്തോ ജയലളിതയുടെ എന്തൊക്കെ കേസിൽ ഇവിടേക്ക് എത്രയോ കൊണ്ട് വാള് അങ്ങനെയൊക്കെ കൊടുത്തപ്പോഴാണ് ആ ഒരു കേസ് സെറ്റിൽ ആയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ അത്രയും പവർഫുൾ ആയിട്ടുള്ള ദേവിയാണ്. എഗെയിൻ ഈ ഒരു നവരാത്രി സമയത്താണ് ഈ ദേവികളുടെ എനർജീസ് കൂടുതലും എൻ്റെ ടേബിളിൽ വരുന്നത് കേട്ടോ. എനിക്ക് അത് ഫീൽ ചെയ്തു. ഇപ്പൊ ഇതെനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ തന്നതാണ്. എൻ്റെ മൂകാംബികയത്തെ സിന്ദൂരം, അങ്ങനെ എല്ലാം ദേവികളുടെ പ്രസൻസ് ഇങ്ങനെ വരുന്ന ടൈം. സോ നമ്മുടെ എനർജി, എൻ്റെ ഉള്ളിലത്തെയും ആ ഡിവൈൻ ഗോഡസ് എനർജിയും ഇങ്ങനെ റേസ് ചെയ്ത് വരുന്നതും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പവർ ഫെമിനിറ്റി ഉണരുന്നത്, ഞാൻ ഭയങ്കരമായിട്ട് ഫെമിനിൻ ആവുന്നു. എനിക്ക് ഫെമിനിൻ ആയിട്ട് ഞാനിപ്പോൾ മിഞ്ചൊക്കെ ഇടാൻ തുടങ്ങി. എനിക്കിഷ്ടമാണ്, കുറെ നാളൊന്നും യൂസ് ചെയ്തിരുന്നത്. അഗെയിൻ ഞാൻ എങ്ങനെയൊക്കെ എൻ്റെ ഫെമിനിൻ എനർജി ഉണർത്താൻ പറ്റും അതിലേക്കുള്ള കോളിങ്സ് ഒന്നും. ഓക്കെ, ദെൻ ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ട്രസ്റ്റ് എന്ന കാർഡുണ്ട്. ന്യൂ ഫ്യൂച്ചർ ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളെ ജേർണിയെ വിശ്വസിക്കൂ, നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കൂ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യം വിശ്വാസം വേണം, എന്തിലും നിങ്ങൾക്ക് ഒരു ബിലീഫ് വേണം, എന്നാലേ അത് ചെയ്തിട്ട് കാര്യം ഉണ്ടാവുള്ളൂ, അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, സോ ബിലീവ് ചെയ്യാൻ പറയുന്നു. ആൻഡ് ടേക്ക് എ പ്രോപ്പർ ആക്ഷൻസ്. നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ആക്ഷൻ എടുക്കാൻ ലാഗായി നിൽക്കുന്നത് അവിടെ നിങ്ങൾ ആക്ഷൻ എടുക്കുക. കാരണം ആക്ഷൻ എടുത്താൽ മാത്രമാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ ഞാൻ എടുക്കേണ്ട ആക്ഷൻ എന്താണ്? ഞാൻ കാല് പൊന്തിച്ച് വെക്കണം, അല്ലെ? വെച്ചിട്ടില്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാൻ സാധിക്കുമോ? ഇല്ല. സോ പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻ നിങ്ങളുടെ ലൈഫിൽ എവിടെയാണോ എടുക്കാനുള്ളത്, ഉണ്ടായിട്ട് നിങ്ങൾ എടുക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ടേക്ക് പ്രോപ്പർ ആക്ഷൻ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു കാർഡ് ടേക്ക് ആക്ഷൻ. ട്രസ്റ്റ് ചെയ്യുക. അങ്ങനെ ട്രസ്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് നിങ്ങൾക്ക് നിയർ ഫ്യൂച്ചർ, അടുത്ത ഭാവിയിൽ എന്ന് പറയുന്ന പോലെ നിയർ ഫ്യൂച്ചർ എന്താ വരുന്നത് ഞാൻ അങ്ങനെ കാണിച്ചത്. അബൻഡൻസ് നിങ്ങൾക്ക് റീഡ് ചെയ്യാം. അബൻഡൻസിന്റെ ഫ്ലോ ആണ് വരുന്നത്. ഈ അബൻഡൻസ് എന്ന് പറഞ്ഞാൽ പൈസ മാത്രമല്ല, മേ ബി നിങ്ങൾക്ക് ഡ്രസ്സ് ആയിരിക്കാം, ഫുഡ് ആയിരിക്കാം, നിങ്ങളുടെ ചിന്തകൾ, സബ് കോൺഷ്യസ് മൈൻഡിൽ അബൻഡൻസിന്റെ ഫ്ലോ, റിച്ച്നെസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ സബ് കോൺഷ്യസ് ഹീലിംഗ് ക്ലാസ്സസിൽ കൊടുക്കുന്നത്. നമ്മുടെ ചിന്തകൾ സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ, പ്യുവർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചിന്തിക്കുന്ന എല്ലാം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരും. പോലോ കോളെ ഒരു കോട്ട് ഉണ്ടായിരുന്നല്ലോ, അതുപോലെ. ഇപ്പൊ എന്താണ് ഇത്? ഈ 3 മെസ്സേജസ് ആണ്. ടേക്ക് ആക്ഷൻ, പ്രോപ്പർ ആക്ഷൻസ് എല്ലാവരും